എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 250 മീറ്റർ മാറി നമുക്ക് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് 2 വീട് നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കി കാണുന്ന ഈ 2 വീടുമാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് റോഡ് വന്നിട്ട് നമ്മുടെ റോഡ് നമുക്ക് ഇന്റർലോക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് റോഡ് വന്നിട്ട് 3 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. നമുക്കിവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന വീട് നിൽക്കുന്നത് നമുക്ക് 5 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് 2 കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ചാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന വീട് നമുക്ക് 4 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് 4 ബെഡ്റൂമിന്റെ വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീടിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഫസ്റ്റ് കാണുന്ന വീടിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ വീട് നിൽക്കുന്നത് നമുക്ക് 5 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെയുള്ള കാർ പോർച്ചും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഈ വീടിന്റെ വുഡ് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഫുള്ള് നമുക്ക് തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഇന്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ കരഭൂമിയിൽ, നമുക്ക് കരഭൂമിയിലാണ് വീട് വരുന്നത്. നമുക്ക് കയറ്റമോ ഇറക്കമോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഈ വീടിന്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് വരുന്നത്. നമുക്ക് വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വീട്ടിന്റെ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസാണ് നമ്മുടെ വീട്ടിന്റെ കണക്ഷൻ വന്നിട്ട്. നമുക്കിവിടെ ക്യാമറ പോയിന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സോളാറിന്റെ പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് സിറ്റ് ഔട്ടിൽ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട്. ഡോറൊക്കെ ചെയ്തിരിക്കുന്ന ഫുൾ തേക്കിലാണ്. ഇത് നമ്മുടെ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയാണ്. നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട് നമുക്ക് 17x15 നമ്മുടെ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. നമുക്കിവിടെ ടെയിൽ വന്നിട്ട് 5x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റർക്ക് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നമുക്ക് 3 ഓട്ടോമാറ്റിക് ഫാൻ വരെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. TV യൂണിറ്റൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിന് ഇലക്ട്രിക് വർക്കിന് ഉപയോഗിക്കുന്ന നമ്മുടെ വയറൊക്കെ വന്നിട്ട് വി ഗാർഡാണ്. നമ്മുടെ സ്വിച്ച് വന്നിട്ട് നമുക്ക് വി ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. ഡൈനിങ് സെക്ഷൻ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു വലിയ വാഷ് സ്പേസും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട് നമുക്ക് 15x10 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയൊരു വാഷ് സ്പേസ് ചെയ്തിട്ടുണ്ട്. വാഷ് സ്പേസിലെ ഫിറ്റിംഗ്സ് വെച്ചിട്ട് നമുക്ക് സെറയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് പ്രീമിയം ലുക്കിലാണ് നമുക്ക് വാഷ് സ്പേസ് കൗണ്ടർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. നമുക്കിവിടെ ഒരു വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗും വരുന്നുണ്ട്. നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് നല്ല പ്രീമിയം ബോർഡ് ഇട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസാണ് നമുക്കിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റൊക്കെ വരുന്നത് നമുക്ക് ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വരുന്നത്. കിച്ചണിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് വർക്ക് ഏരിയയാണ്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കും വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നമ്മുടെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട് നമ്മുടെ വർക്ക് ഏരിയയുടെ സൈഡിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ ഹൗസ് സൈഡിൽ നമുക്ക് ബാക്ക് സൈഡിലൊക്കെ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നല്ല സ്പേസ് ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ നനകല്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഒരു സ്റ്റോർ റൂം എടുക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ നമുക്കിവിടെ വർക്ക് നമുക്ക് ഹൗസ് സൈഡ് കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അകത്ത് നമുക്ക് ചെറിയ രീതിയിൽ വർക്ക് നമുക്ക് വരുന്നുണ്ട്, പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ അകത്ത് ഡോറുകളെല്ലാം വന്നിട്ട് നമുക്ക് തേക്കാണ്, നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. 13x12 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് ചെറിയ രീതിയിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്.
നമ്മുടെ കബോർഡ് വന്നിട്ട് നമുക്ക് വലിയ രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ബോർഡൊക്കെ ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയ ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഗ്ലാസ് മിററും വരുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസർക്കും വരുന്നുണ്ട്. നമുക്കിവിടെ ഫിറ്റിംഗ്സിന് വരുന്നത് നമുക്ക് സെറയാണ്. വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിൽ നമുക്ക് മാർബിളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹാൻഡിൽ വർക്ക് വന്നിട്ട്. ഹാൻഡിൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വുഡാണ്, നമുക്ക് തേക്കാണ് വരുന്നത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുന്നിടത്ത് നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്. അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം. നമ്മുടെ മുകളിലെ ബെഡ്റൂമുകളിലെ എല്ലാ ഡോറും വന്നിട്ട് നമുക്ക് തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 13x12 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്ക് ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്ര കാലം വേണം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ബോർഡാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമ്മുടെ സെയിം മെത്തേഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ വാഷ്റൂമിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മൾ നല്ല ട്രെൻഡിങ്ങുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിൻ്റെ ഡോറൊക്കെ നമുക്ക് നല്ല പ്രീമിയം ഡോറാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട് വാഷ്റൂമിൽ. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. ഈ വില്ലയ്ക്കകത്ത് വരുന്നത് നമുക്ക് നല്ല സൈലൻറ്റ് ഏരിയയിലാണ് നമ്മുടെ വില്ല വന്നിട്ട്. നമുക്കിവിടെ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ടെറസിലെ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടിടവ് മെയിൻ ബസ് റൂട്ടിൽ നമുക്ക് 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 5 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 4 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് ഈ വീട് വടക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് തേക്കാണ്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ കാറുകളുള്ള കാർ പോർച്ചും വരുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെയുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് 75 ലക്ഷം രൂപയുടെയും കുറച്ച് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീട് നമുക്ക് കൊണ്ട് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.